ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനീർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അവസരം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 8-ാം അധ്യായം 5-ാം വാക്യം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ വിചിന്തനം ചെയ്യാം. കഴിഞ്ഞിടയ്ക്ക് ഒരു വിവാഹശുശ്രൂഷയിൽ പ്രസംഗിക്കുമ്പോൾ ഈ വേദഭാഗം ദൈവാത്മാവ് ശക്തിയായി എൻ്റെ ആത്മാവിൽ തന്നു. അന്ന് അതിനെ അടിസ്ഥാനമാക്കി 2-3 കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പല നാളുകളായി ഈ വാക്യം എൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നു. അത് എന്നെ പല കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. കൽപ്പയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ ഫ്രീ ഗ്രേസും അല്ലെങ്കിൽ സൗജന്യമായ കൃപയും ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. ഹൈപ്പർ ഗ്രേസും കൂടിയ കൃപയും ഒക്കെ വ്യാപരിക്കുന്ന സമൂഹത്തിൽ ഇത് കൽപ്പനയെന്ന് കേൾക്കുമ്പോൾ പലരെയും നെറ്റിച്ചുളിയാം. എന്നാൽ അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നിരന്തരം ഈ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പന തന്നത്? ആരാണ് കൽപ്പന തന്നത്? എന്തിനു വേണ്ടിയാണ് കൽപ്പന തന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കാര്യം വ്യക്തമാകും. ഇവിടെ നാം വായിച്ചത് കൽപ്പന പ്രമാണിക്കുന്നവനെ ഒരു ദോഷവും വരികയില്ല, അല്ലെങ്കിൽ ഒരു ദോഷവും സംഭവിക്കുകയില്ല. ലോകത്തിൽ നിരവധി രാജ്യങ്ങളുണ്ട്. ഏതാണ്ട് 210 രാജ്യങ്ങളോ എന്തോ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ ചിലത് രാജഭരണം നിലനിൽക്കുന്നു, ചിലതിൽ ജനാധിപത്യം നിലനിൽക്കുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം പല വിധത്തിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്. രാജഭരണം നിലനിൽക്കുന്നിടത്ത് രാജാവ് ഇടുന്നതാണ് നിയമം. ഏകാധിപത്യ ഭരണം ഉള്ളിടത്തും അത് തന്നെ. അവരുടെ ഭരണഘടന സസ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് തോന്നിയ പോലെ ഭരിക്കുന്നു. എന്നാൽ ജനാധിപത്യം നിലവിലുള്ളിടത്ത് ഇന്ത്യ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു ഭരണഘടനയുണ്ട്. നമുക്ക് 1950-ലാണല്ലോ, 50 ജനുവരി 26-ാം തീയതിയാണല്ലോ ഭരണഘടന നിലവിൽ വന്നത്. പിന്നീട് ആര് ഭരിച്ചാലും അതിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയാണ് ഏറ്റവും അതിൻ്റെ വെളിച്ചത്തിലാണ് നിയമങ്ങൾ വരുന്നതും കോടതിയിൽ തീരുമാനമാകുന്നതും എല്ലാം ഈ ഭരണഘടനയുടെ വെളിച്ചത്തിലാണ്. കേസുകൾ വാദിക്കുമ്പോഴും കുറ്റങ്ങൾ ചുമത്തുമ്പോഴും എല്ലാം ഭരണഘടനയുടെ 3-ാം വകുപ്പ്, ശിക്ഷാ നിയമത്തിൻ്റെ 3-ാം വകുപ്പ് എന്ന് പറഞ്ഞാണല്ലോ ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ വീക്ഷിക്കുന്നത്? എൻ്റെ ചിന്ത അല്ലെങ്കിൽ ഇതെല്ലാം എന്തിനാണ്? ഈ ഭരണവ്യവസ്ഥയെല്ലാം എന്തിനാണ്? സമൂഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് ഭരണവ്യവസ്ഥയുള്ളത്. ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വേദപുസ്തകമായിട്ട് നോക്കിയാൽ നമുക്ക് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നോക്കാം. ദൈവവചനത്തിൽ കാണുന്നത് ഉൽപ്പത്തി മുതൽ ഉള്ള 5 പുസ്തകങ്ങൾ ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ. അതിൽ പുറപ്പാടിലും മുതൽ ദൈവം തന്നെ കൽപ്പനകൾ ഇസ്രായേലിന് മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടതിന് ശേഷം മരുഭൂമിയിൽ വന്നപ്പോൾ അവിടെ ഇറങ്ങി വരികയും തൻ്റെ കൽപ്പനകൾ അവർക്ക് കൊടുക്കുകയും പിന്നെ അതേ തുടർന്ന് ഓരോന്ന് ആരാധനയുടെ ബന്ധത്തിലും സാമൂഹിക ജീവിതത്തിലുള്ള ബന്ധത്തിലും വ്യക്തി ജീവിതത്തിലുള്ള ബന്ധത്തിലും ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കൽപ്പനകളെല്ലാം എന്തിനാണ്? എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ എന്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് കൽപ്പന തന്നത് എന്ന് നമുക്ക് കാണാം.
ആവർത്തന പുസ്തകം 33 3 അതെ, അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു, അവർ തൃക്കാൽക്കലിരുന്നു, അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. അതിൻ്റെ 2 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലം കൈയിൽ ഉണ്ടായിരുന്നു എന്നും കാണാം. അതായത് മിസ്രയീം അടിമത്തത്തിൽ വിടുവിച്ച് അന്നത്തെ പുറജാതി ആചാരങ്ങളുടെ മതിയായിരുന്ന ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവന്നിട്ട് താൻ വീണ്ടെടുത്ത ജനത്തിന് അവർ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം, അവർ ഇന്ന രീതിയിലായിരിക്കണം, അവരുടെ ആരാധന ഇന്ന രീതിയിലായിരിക്കണം, അവരുടെ സാമൂഹ്യ ജീവിതം ഇന്ന രീതിയിലായിരിക്കണം, സാംസ്കാരിക ജീവിതം ഇന്ന രീതിയിലായിരിക്കണം, ആത്മീയ ജീവിതം ഇന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞ് കൽപ്പന, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാമെന്നുള്ള കൽപ്പന ദൈവം അവർക്ക് കൊടുത്തു. മറ്റു വാക്കിൽ പറഞ്ഞാൽ താൻ വീണ്ടെടുത്തവർ എങ്ങനെ ജീവിക്കണമെന്ന് ഉള്ള അവരുടെ കരുതലും അവരുടെ ഭാവിയെയും ഉദ്ദേശിച്ചാണ് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തത്. അപ്പോൾ അക്ഷരിക ഇസ്രായേലിന് അത് സകല ലോകത്തെയും ബാധിക്കുന്നതല്ല. അവർക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനും അവരുടെ അയൽ രാജ്യങ്ങൾക്കും എല്ലാം ബാധകമാണ് എന്ന് പറഞ്ഞില്ല. എക്സ്ക്ലൂസീവ്ലി ഇസ്രായേലിന് മാത്രമായി കൊടുത്ത കൽപ്പനയായിരുന്നു അത്. ആവർത്തന പുസ്തകത്തിൽ മോശ ഒന്നുകൂടെ അതിനെ വീണ്ടും ആവർത്തനം ചെയ്ത് ഉറപ്പിക്കുന്നു. അപ്പോൾ ദൈവം കൽപ്പന കൊടുത്ത ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. ദൈവം കൽപ്പന തന്നത് അന്ന് വരെ അന്യമായിരുന്ന ജീവനുള്ള ദൈവം പ്രത്യക്ഷപ്പെട്ട് തീയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ പ്രത്യക്ഷത അവരെ വെറുത്തിട്ടല്ല, തൻ്റെ നാമത്തിന് വേണ്ടി ഒരു ജനത്തെ എടുത്തു, ഒരു ജാതിയെ അവൻ തിരഞ്ഞെടുത്തു. അബ്രഹാമിനോടുള്ള വാഗ്ദത്ത പ്രകാരം അവൻ ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത ജനം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, തിരഞ്ഞെടുത്തവനാണ്. ആകയാൽ അവൻ അതിന് തക്ക നിയമങ്ങളെ അവർക്ക് കൊടുത്തു. അവർ അതനുസരിച്ച് കുറേ നാൾ ജീവിച്ചു, അത് വിട്ട് ജീവിച്ചു, അതിൻ്റെ ഫലം അവരനുഭവിച്ചു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവരുടെ ബന്ധത്തിൽ. അപ്പോൾ 2 കാര്യങ്ങൾ പ്രധാനം. ഒന്ന്, അവരുടെ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവരുള്ള നീരസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ അവരുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അവർക്ക് നിയമം കൊടുത്തത്. 2, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അവരെക്കുറിച്ചുള്ള അവരുടെ ജീവിതം നന്നായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഭാവി ഏറ്റവും നന്നായിരിക്കണം. അവരുടെ നന്മ ആഗ്രഹിച്ചാണ്. തോന്നിയ പോലെ മറ്റ് ജാതികളെ പോലെ അവർ പോയി വല്ലാതാകണമെന്നല്ല, പിന്നെയോ അവരുടെ ജീവിതമെല്ലാം ഭദ്രമാകണം, നന്നായിരിക്കണം. അപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നിയമം കൊടുത്തത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള പോലെ വാഹനങ്ങൾ റോഡിൻ്റെ അടുത്ത് വശത്തോട് ഓടിക്കണം, നാട്ടിലെ നിയമമാണ്, ട്രാഫിക് നിയമമാണ്. ഒരു ഉദാഹരണമേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ നമ്മൾ വലത്തുവശത്തോട്ട് വണ്ടി ഓടിച്ചാലോ എന്താ പറ്റുക? സർവത്ര കുഴപ്പമാകും, സുഗമമായി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ സുഗമമായ വാഹന ഗതാഗതത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇടത്ത് വശത്തോടെ ഓടിക്കുന്നു. ചില രാജ്യങ്ങൾ റോഡിൻ്റെ വലത്തുവശത്തോടാണ്, അവിടെയും സുഗമമായ യാത്രയ്ക്ക് വേണ്ടി അത് ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഓരോ നിയമങ്ങളും കുടുംബത്തിനോ കുടുംബജീവിതത്തിന്, അതുമാതിരി സാമൂഹ്യ ജീവിതത്തിന്, ഭദ്രതയ്ക്ക് എല്ലാം ആവശ്യമായ നിയമങ്ങൾ വച്ചിരിക്കുന്നത് നാശത്തിനല്ല, പിന്നെയോ സുഗമമായ പോക്കിനാണ്. അപ്പോൾ സ്നേഹിച്ചതെയും തൻ്റെ ജനതയെ സ്നേഹിച്ച് അവരുടെ സുഗമമായ പോക്കിന് അവർക്കൊരു പ്രമാണം കൊടുത്തു. ആ കൽപ്പന അവർ അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് ഭാവി ധന്യമാണ്. അതുകൊണ്ടാണല്ലോ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മോശ പറഞ്ഞ, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ എന്ന് കൃത്യമായി പറഞ്ഞത്.
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഇന്നത്തെ കാലത്ത് അതിൻ്റെ 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും പ്രസംഗിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ ഈ നൂറ്റാണ്ടിലും തുടർന്നു വരുന്ന ഒരു മാരക രോഗമാണ് ആത്മീയ മണ്ഡലത്തിൽ. വാസ്തവത്തിൽ അത് യഹൂദന് കൊടുത്ത പ്രമാണമാണ്. എന്നാൽ അത് നമ്മൾ പിന്നാലെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം പറഞ്ഞത് നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, എങ്ങനെയും അതാരും പറയത്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധയോട് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ, പ്രമാണിച്ച് നടന്നാൽ കണ്ടീഷനിലാണ്. അവിടെ അനുഗ്രഹം കണ്ടീഷനിലാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ആ ബന്ധത്തിൽ ശ്രദ്ധേയമായി പറയാനുള്ളത്, ആവർത്തന പുസ്തകം ഈ പ്രമാണിച്ച് നടന്നാലെന്ന് പറയുമ്പോൾ ഒരു കൽപ്പന രാജ്യത്തെ പല നിയമങ്ങളും പ്രമാണിക്കുന്നത് അതിനുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെ അനുസരിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ രാജ്യത്തിലെ പല നിയമങ്ങളും നാം അനുസരിക്കുന്നത്, അല്ലാതെ നിയമത്തെ സ്നേഹിച്ചല്ലോ. എന്നാൽ ഈ ദൈവകൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഞാൻ 2 കാര്യം ആദ്യം പറഞ്ഞു. സമൂഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് നിയമങ്ങൾ തന്നത്. സ്നേഹത്തിന് അവൻ സ്നേഹിച്ചതിൻ്റെ തൻ്റെ ജനത്തെ സ്നേഹിച്ചിട്ടാണ് തൻ്റെ ജനത്തിന് വേണ്ടി നിയമങ്ങൾ കൊടുത്തത്. ഭാവി അറിയുന്ന ദൈവം, ആദ്യങ്ങളിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം, ഭദ്രമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അവർക്കത് കൊടുത്തത്. ആവർത്തന പുസ്തകം 6:5 അവരോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ദൈവത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ കൽപ്പന കൊടുത്ത ദൈവം കൽപ്പനയെ അവരെ അനുസരിക്കണമെങ്കിൽ ഒരു കാര്യം അവരുടെ ഭാഗത്ത് വേണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാകണം. അക്ഷയ ഇസ്രായേലിന് അതില്ലാതെ പോയതാണ് അവരുടെ കുഴപ്പത്തിന് അടിസ്ഥാന കാരണം അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. നമ്മളൊന്ന് ചെയ്യുന്ന പോലെ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കുന്നു, അത് അതിനോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. എന്നാൽ അനുസരിക്കുന്നു, അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമാണ്, അല്ലെങ്കിൽ ശിക്ഷ വരും എന്നൊക്കെ നാം ചിന്തിക്കുന്നു. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. പുതിയ നിയമസഭയ്ക്കോ ഇത് ബാധകമാണോ? ചിലർ പറയും പഴയ നിയമം ഞങ്ങൾക്ക് വേണ്ട, അതിനൊന്നും ബാധകമല്ല. ഞാൻ ഇടയ്ക്ക് ഒരു പ്രസംഗം കേട്ടു, അതിൽ കർത്താവ് പറഞ്ഞത് പോലും എല്ലാം പഴയ നിയമത്തെ ബാധിക്കുന്നതാണ്, അത് ഇക്കാലത്ത് പ്രസക്തമല്ല എന്ന് വരെ പറഞ്ഞു തുടങ്ങിയ ഉപദേശിമാരായി. തങ്ങൾക്ക് തോന്നിയത് പറയുന്ന, തോന്നിയത് പ്രവർത്തിക്കുന്ന, തോന്നിയതുപോലെ ജനത്തെ വലയ്ക്കുന്ന പിശാച് തന്ത്രപരമായി ഉപദേശകന്മാരുടെ ഹൃദയത്തിൽ കടന്ന് അവരെ കൊണ്ട് തന്ത്രപരമായിട്ട് ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നു. എക്കാലത്തും നടക്കുന്നു, ഓരോ കാലത്തും ഓരോ രീതിയിൽ. ഇന്നും അതാണ് ആ കൃപ എന്നുള്ള വാക്കിനെ ദുർവിനിയോഗം ചെയ്ത് ഞാൻ ഇടയ്ക്ക് കേട്ടു. മാത്രമല്ല, എനിക്ക് ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരിക്കൽ ഒരാൾ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്താൻ എൻ്റെ കയ്യിൽ തന്നു. എനിക്കത് വായിച്ചു നോക്കാനോ ഒന്നും സമയം കിട്ടില്ല. തന്നയാളിന്ന് ഭൂമുഖത്തില്ല. ആപ്പാടെ 1 മാസം പോലും ഇല്ലായിരുന്നു. തിരക്ക് പിടിച്ച് കറക്റ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റിയില്ല, എന്തോ എഴുതി കൊടുത്തു. പക്ഷേ അത് വായിച്ചു വന്നപ്പോഴേ ഞാൻ അപകടം മനസ്സിലാക്കി. ഒരിക്കൽ കർത്താവ് യേശുവിനോട് പാവം ജീവിതത്തിൽ വീഴ്ചയോ താഴ്ചയോ വന്നാൽ പിന്നെ ഏറ്റുപറഞ്ഞ നേരത്തെ അഡ്വാൻസായിട്ട് ക്ഷമിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്നത്തെ കൃപാവാദികൾ, ഹൈപ്പർ ഗ്രേസ്വാദികൾ പ്രസംഗിക്കുന്നത് ഒരിക്കൽ അല്ലെങ്കിൽ കർത്താവ് ക്രൂശിൽ മരിച്ചത് ചെയ്ത പാപത്തിന് വേണ്ടി മാത്രമല്ല, ഭാവിയിലുള്ള എല്ലാ പാപത്തിനും വേണ്ടിയാണ്. അപ്പോൾ പിന്നെ ക്ഷമാപണത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് മാത്രമല്ല, എനിക്കറിയത്തില്ല ഇവരെന്ത് പറയുകയാണെന്ന് തന്നെ നമുക്കറിയില്ല. അതുപോലെ ആയിക്കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലോ
ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ പരാജയപ്പെട്ടല്ലെങ്കിൽ മനുഷ്യന് വേണ്ടതുപോലെ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ആരാധനക്കാരന് മനസാക്ഷിയിൽ സമാധാനം വരുത്തുവാൻ കഴിയാത്ത പ്രമാണമായിരുന്നു അത്. അക്ഷരത്തിന് പ്രമാണമായി മാറി. അപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്നു, മനുഷ്യർക്ക് വേണ്ടിയും പാപിക്ക് വേണ്ടി മരിച്ചു, പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തി. ഞാനെപ്പോഴും പറയും, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം രോഗമല്ല, സാമ്പത്തികമല്ല, സാമൂഹ്യമല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അതിന് പരിഹാരം വരുത്താൻ ഒരൊറ്റയാളിനെ കഴിഞ്ഞുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം. പാപമില്ലാത്ത പരിശുദ്ധൻ പാപിക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അവൻ പാപത്തിന് പരിഹാരം വരുത്തി. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു കർത്താവായ യേശുക്രിസ്തു മാത്രം. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ യേശുക്രിസ്തു അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം വായിക്കുമ്പോൾ തൻ്റെ നാമത്തിനു വേണ്ടി ഒരു ജനത്തെ തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ യേശു ന്യായപ്രമാണം തള്ളിക്കളഞ്ഞില്ല. ന്യായപ്രമാണത്തിന് നിവൃത്തിയായി കർത്താവ് ഭൂമിയിൽ വന്നു. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ന്യായപ്രമാണത്തെ 2 കൽപ്പനകളിൽ ഒതുക്കി. ഒന്ന്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 2, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ സ്നേഹം എന്തെന്ന് യേശു കാണിച്ചു. കർത്താവ് യേശുവിനെ സ്വന്തമാക്കുന്നവർ അവൻ്റെ സ്നേഹം അനുഭവിക്കുന്നു, ആ സ്നേഹത്തിൽ ജീവിക്കുന്നു. അവർ യേശുവിനെ സ്നേഹിക്കുകയാൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ അവിടെയും കർത്താവ് പറഞ്ഞു, കൽപ്പന പ്രമാണിക്കുക. അക്ഷരത്തിലല്ല. അവിടെ പറ്റിയത്, അക്ഷരിക ഇസ്രായേലിന് പറ്റിയത് അക്ഷരത്തിൽ പാലിക്കാൻ നോക്കി അവർ പരാജയപ്പെട്ടു. അക്ഷരത്തിൽ പാലിക്കുകയല്ല, ഹൃദയംഗമായി. ജീവിതത്തിന് പരിവർത്തനം വന്ന വ്യക്തി ദൈവകൽപ്പന പ്രമാണിച്ചേ പറ്റുകയുള്ളൂ. ന്യായപ്രമാണത്തേക്കാൾ എത്രയോ ഉത്തമമായ, എത്രയോ ശ്രേഷ്ഠമായ ഒരു പ്രമാണമാണല്ലോ യേശു തന്നത്. അപ്പോൾ കർത്താവിനുള്ളവരായി തീർന്ന ആളുകൾ കൃപയെന്നും പറഞ്ഞ് അഴിച്ചുവിട്ട കന്നുകാലികളെ പോലും നടക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്. വ്യക്തമായ പ്രമാണം നമുക്ക് തന്നു. ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അക്ഷരിക ഇസ്രായേലിന് പ്രമാണം കൊടുത്തു അബ്രഹാമിൻ്റെ സന്തതിക്ക് മാത്രമാണ്. എന്നാൽ കർത്താവായ യേശുവിൽ കൂടെ ഉള്ള നിത്യജീവൻ്റെ പ്രമാണം യഹൂദജാതിക്ക് മാത്രമല്ല, സകല മാനവർക്കുമുള്ളതാണ്. അല്ലെങ്കിൽ സകല ജാതികളിൽ നിന്നും, സകല ഭാഷക്കാരിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും വിളിച്ച് വേർതിരിച്ച കൂട്ടം, അവർക്കെല്ലാം ഒരൊറ്റ പ്രമാണം യേശുക്രിസ്തു കൊടുത്തു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് കർത്താവ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. 28-ാം അധ്യായം 19-ഉം 20-ഉം അതിന് 18 മുതൽ വായിക്കാം. യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, കൽപ്പിച്ചതെല്ലാം, ചിലതല്ല, കൽപ്പിച്ചതൊക്കെ. അപ്പോൾ കർത്താവ് യേശു കൽപ്പിച്ച, അല്ലെ, കൽപ്പിക്കുക എന്ന് പറയുമ്പം ഒരു ഇന്നത്തെ അമിത കൃപാവാദികൾക്ക് വല്ലാത്ത ക്രിമീഡി ഉണ്ടാകും അത് കേൾക്കുമ്പോൾ. എന്നാൽ കൽപ്പന തന്നെയാണ്. ലോകത്തിലെ ഒരു ഉദാഹരണം, ഗവൺമെൻറ് ഓർഡർ ഇറക്കി ജിയോ. ഒരു ഗവൺമെൻറ് സർവൻറ്റിന് അതനുസരിച്ചേ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് പറയുക, ഒരു ജിയോ വന്നാൽ ആദ്യം അനുസരിക്കുക, പിന്നെ പരാതി പറയുക എന്നാണല്ലോ സർക്കാർ വൃത്തങ്ങളിൽ പറയുന്നത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പിന്നീട് ആദ്യം അനുസരിക്കുക. ഇതേപോലെ
ലോകത്തിൽ അനുസരിക്കാൻ നാം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഏക വ്യക്തി, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്തിയതുള്ളവനും മനുഷ്യർ ആരും കാണാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്ക് കാണാൻ കഴിയാത്തവനുമായ നിത്യദൈവത്തിൻ്റെ കൽപ്പനയെ നാം അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഇന്ന് ആത്മീയ വൃത്തങ്ങളിൽ പ്രത്യേകിച്ച് വേർപെട്ട ദൈവത്തിലേക്ക് ആ പടെ കർത്താവ് വെച്ചാൽ ഒരു കൽപ്പനയുള്ള പലപ്പോഴും അവരെ പറച്ചിൽ കാണുമ്പോൾ എന്താണെന്നറിയാം, സ്നാനം. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം, സ്നാനം. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, പ്രത്യേകിച്ച് പുറജാതികളിൽ നിന്ന് കർത്താവിനെ കണ്ടെത്തിയ ആളുകൾക്ക് വേണ്ടിയാണ് റോമാലേഖനം മുതൽ ഉള്ള ലേഖനങ്ങൾ. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം യഹൂദസഭയ്ക്ക് എഴുതിയതല്ലല്ലോ. അപ്പോൾ അത് ഉണ്ട്. വിശ്വാസിയുടെ കുടുംബജീവിതം, വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കണം, വിശ്വാസിയുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, വിശ്വാസികളുടെ സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കണം, ലോകത്തിൽ അവൻ എങ്ങനെയായിരിക്കണം, ലോകത്തുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവൻ ഏത് നാട്ടുകാരനാണ്, എന്തിനു വേണ്ടിയാണ് അവൻ ജീവിക്കേണ്ടത്, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, വ്യക്തിവിശുദ്ധിയുണ്ട്, കുടുംബവിശുദ്ധിയുണ്ട്, സഭാവിശുദ്ധിയുണ്ട്, സമൂഹത്തിലെ വിശുദ്ധിയുണ്ട്, എല്ലാം വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എഴുതി തന്ന പ്രമാണത്തിന് വിരുദ്ധമായി നാം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അത് കൃപയാണെന്ന് പറഞ്ഞാൽ അത് സാത്താന്യമാണ്, അംഗീകരിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ ബന്ധമായിരിക്കണം, അന്യോന്യം ബന്ധം എങ്ങനെയായിരിക്കണം, ഈ തലമുറ എന്താണ്, അതിന് നടുവിൽ നാം എങ്ങനെയായിരിക്കണം, വ്യക്തമായിട്ട് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ രേഖപ്പെടുത്തിയ കൽപ്പനകൾ, ആലോചനകൾ നാം അനുസരിച്ചേ പറ്റുകയുള്ളൂ. കൽപ്പന എന്ന് പറയുന്നത് 110-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ രസകരമായൊരു കാര്യം കാണാം. ദൈവകൽപ്പനയെ പല വിശേഷങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്ന കാണാം. തുടങ്ങുന്നത് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് എന്നാൽ അത് അടുത്ത് കാണുന്നത് സാക്ഷ്യങ്ങളെ പ്രമാണിച്ചെന്നാണ്. പിന്നെ കാണുന്നത് നിന്റെ പ്രമാണങ്ങളെ ആചരിക്കേണ്ടതെന്നാണ്. അത് കഴിഞ്ഞ് നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന്. ചുരുക്കി പറഞ്ഞാൽ ഇനി നിന്റെ സകല കൽപ്പനകളും വിധികളും, ചുരുക്കി പറഞ്ഞ 7 രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാം. പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചെന്നാണ്. ഇനി 4-ാം വാക്യത്തിൽ നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ ഇവയെ കൽപ്പിച്ചു വന്നിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ബാധ്യത എന്താണ്? പഴയ നിയമ ഇസ്രായേലിനേക്കാൾ പുതിയ നിയമസഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യർ 6-ലും 2 കൊരിന്ത്യർ 7-ാം ആദ്യ ഭാഗത്തും വ്യക്തമായി പറഞ്ഞത്, വിട്ടുപോരുവീൻ, അശുദ്ധമായി തോന്നുന്നു തുടരുത്, അവിടെ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന്. മാത്രമല്ല 7:1 ഈ വാക്യങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്വേഷണവും നീക്കി നമ്മെ വെടിപ്പാക്കി ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പുതിയ നിയമസഭയ്ക്ക് 1-2 വലിയ ഉത്തരവാദിത്തങ്ങൾ. 1, വിശുദ്ധിയെ തികയ്ക്കുക. പത്രോസിൽ പറഞ്ഞു, നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിപ്പീൻ. പൗലോസ് പറഞ്ഞു, വക്രതയും കോട്ടമുള്ള തലമുറ മധ്യേ നിങ്ങൾ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് സകലവും പുറവും വാദവും കൂടാതെ ചെയ്യുവീൻ. എഫെസ്യർക്കാരൻ പറഞ്ഞു, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് ഇന്ന് ചിന്തിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവീൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് തടിയപ്പാനൊക്കെയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പഴയത്തിനേക്കാൾ ശ്രേഷ്ഠമായ, തേജസ്സേറിയ, നിത്യമായ, നമ്മുടെ ആളത്വത്തെ മുഴുവൻ രൂപാന്തരപ്പെടുന്ന ഒരു പ്രമാണം പുതിയ നിയമത്തിലുണ്ട്. പത്രോസ് പറഞ്ഞ ഒരു വാക്യം ഞാൻ വായിക്കാം. നമുക്ക് കൽപ്പനയുണ്ടോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ
കൃപ മാത്രമേ ഉള്ളൂ. എന്താ കൃപ? അതവിടെ നിൽക്കട്ടെ. 2 പത്രോസ് 3:2 വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. നോക്കണം, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, പഴയ നിയമ തിരുവെഴുത്തുകൾ, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. ആ പത്രോസ് 2 ലേഖനം എഴുതിയപ്പോഴും ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത്? പരമാർത്ഥ മനസ്സുണർത്തുന്നു. എന്തിന്? കർത്താവ് തന്ന കൽപ്പന കാത്തുകൊള്ളണം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അപ്പോസ്തലന്മാരിൽ കൂടെ കർത്താവ് എന്തെല്ലാം പഠിപ്പിച്ചോ അത് ഓർത്തുകൊള്ളണം. യോഹന്നാന്റെ 1 ലേഖനം 2 അധ്യായത്തിൽ 3 മുതൽ 5 വരെ വായിക്കുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്നതിനാൽ അറിയുന്നു. അവൻ്റെ കൽപ്പനകളെ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അടുത്ത് അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും യാതൊരു വളച്ചേട്ടുമില്ല യോഹന്നാനോട് പറയുകയാണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്, സത്യം അവനിലില്ല. അടുത്ത 5-ാം വാക്യം, എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിലിരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. ദൈവവചനത്തെ മാറ്റി നിർത്തിയിട്ട് തുള്ളലും ചാട്ടവും ആട്ടവും പാട്ടവും ബഹളവും ഒക്കെ ആയി നടന്നാൽ അത് ദൈവികമല്ല. ദൈവത്തിന് പ്രധാനം അവൻ അരുളിയ വചനമാണ്. അവൻ്റെ വചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മൂല എടുത്തേച്ച് പിന്നെ ഒരു ഉപദേശം സ്ഥാപിച്ച് ജനത്തെ വഴിതെറ്റിക്കാൻ സാധിക്കും. പക്ഷേ വളരെ ശ്രദ്ധിക്കുക, അപകടകരമാണ്. അവനെ അറിഞ്ഞിരിക്കുന്നു പറഞ്ഞവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, അല്ലാത്തവൻ കള്ളനാണ്. 3-ാം അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അപ്പോൾ കൽപ്പന പ്രമാണിക്കുന്നതിന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. നാം ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവകൃപയിൽ നിന്നാൽ അവൻ്റെ വചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല സകല തിരുവെഴുത്തുകളും ഒരുപോലെ അനുസരിച്ച് ഒരുപക്ഷെ വ്യാഖ്യാനം വരും. അപ്പം പരിച്ഛേദനയേക്കണോ? ഞാൻ അതിലല്ലോ പറഞ്ഞു, വ്യക്തമായി ദൈവവചനം എന്ന് പറയുന്നുണ്ട്. പരിച്ഛേദന ഞാൻ ആഗ്രഹമല്ല, പുതിയ സൃഷ്ടിയുടെ കാര്യമെന്ന് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞു. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലുമായിട്ട് അതിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആ പരാജയവും ആ കൃപയുടെ പ്രത്യേകതയും അവിടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആവശ്യത്തോട് കിടക്കുന്നില്ല. ദൈവകൽപ്പന, ദൈവവചനത്തെ, ദൈവകൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ദൈവവചനമാണ്. നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനമെന്ന ആ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കൽപ്പന പ്രമാണിച്ച് ജീവിച്ചാൽ ഒരുപക്ഷെ ഏകനായാലും ദോഷം ഭവിക്കുകയില്ല. ശലോമോൻ അനുഭവത്തിൽ നിന്നായിരിക്കും പറഞ്ഞത്, പ്രത്യേകിച്ച് അവൻ്റെ അപ്പൻ്റെ ജീവിതവും അറിയാമല്ലോ. കൽപ്പന പ്രമാണിക്കുന്നതിന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ദൈവവചനത്തിൽ കുടുംബം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞതിന് അനുസരിച്ച് അതിന് പ്രകാരം ജീവിച്ചാൽ ഒരു ദോഷവും ആ കുടുംബത്തിനുണ്ടാകത്തില്ല. വ്യക്തി എങ്ങനെയായിരിക്കണം എന്ന് ദൈവവചനം പറയുന്നോ അതിനനുസരിച്ച് കൃത്യമായി തന്നെ സൂക്ഷിച്ച്, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആദ്യമേ പറഞ്ഞതാണ്, കൽപ്പന പ്രമാണിക്കണമെങ്കിൽ കൽപ്പന തന്നവനെ സ്നേഹിക്കണം. ഞാൻ യേശുവേ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലുണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. എഫെസ്യരിലെ 6-ാം അധ്യായത്തിലുണ്ട്, നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരോടും കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. അക്ഷയമായി. യോഹന്നാൻ പറഞ്ഞു, വാക്കുകൊണ്ടും ആ വാക്കിനാലും നാവുകൊണ്ടുമല്ല,
1 യോഹന്നാൻ 3:12 കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഒരു ജനത്തിന്, അല്ലെങ്കിൽ ഒരു തിയോക്രാറ്റിക് നേഷൻ, ദൈവിക ഭരണമുള്ള ഒരു ജനതയായിട്ട് അവരെ ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ അവർ പരാജയപ്പെട്ടപ്പോൾ സർവ്വലോകത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ ദൈവം തിരഞ്ഞെടുത്തു. ജാതികളിലും ഭാഷകളിലും വംശങ്ങളിലും ഗോത്രങ്ങളിലും അവരെ തിരഞ്ഞെടുത്ത് വെറും കൃപ പറഞ്ഞങ്ങ് വിട്ടില്ല. കൃപ തന്നെയാണ്, കൃപയാൽ. പക്ഷേ വ്യക്തമായ പ്രമാണം അവർക്കുണ്ട്, വ്യക്തമായ പ്രമാണം. ഇത് വിട്ട്, അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. എത്ര തെളിച്ചാ പറഞ്ഞ്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. നാം ഈ നാളിൽ നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ വലിയൊരു കൂട്ടത്തെ കൂട്ടുക എന്നുള്ളതല്ലോ. ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ആ പണ്ഡിതന്റെ കൂടെ എത്ര പേരുണ്ട്? 200 പേര്. നിന്റെ കൂടെ എത്ര പേരുണ്ട്? 2000 പേര്. നീ നിന്റെ വേല തുറ. പലരും ഇന്ന് അങ്ങനെ വിജയം അളക്കുന്നേ. കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പ്രയാസപ്പെടുവീൻ. പലരും ജീവനിലേക്ക് ഉള്ള വാതിൽ ഇടുക്കാണല്ലോ. എന്നാൽ നാശത്തേക്ക് വാതിൽ വിശാലവും അതിൽ കൂടെ കിടക്കുന്നവർ അനേകരും. ഭയങ്കരമായിട്ട് ആള് കൂടി എന്നും പറഞ്ഞ് സത്യമാണെന്നില്ല, സത്യമല്ല ഉണ്ടാകണമെന്നില്ല. സുവിശേഷത്തിന് സത്യത്തിനൊത്തോണം. കർത്താവ് പഠിപ്പിച്ചത് വിട്ട എന്ത് വെളിപ്പാടുണ്ടായാലും, എന്ത് ഉപദേശം ഉണ്ടായാലും, എന്ത് വലിയ കാര്യം വന്നെന്ന് പറഞ്ഞാലും അതൊന്നും ദൈവികമല്ല. ദൈവവചനത്തെ അറിയുന്നവർ, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർ അവന്റെ പിന്നാലെ പോവുകയുമില്ല. കർത്താവ് പറഞ്ഞ ആ വാക്കൊന്നുകൂടെ പറയാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അല്ലെങ്കിൽ ഈ കൽപ്പനകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടന ദൈവവചനമാണ്. കൽപ്പന എന്ന് പറഞ്ഞ ആ 10 കൽപ്പനയുടെ ബന്ധനത്തിൽ അതിൽ തന്നെ തളിച്ചിടാനല്ല ഉദ്ദേശിക്കുന്നത്, ദൈവം അറിയിച്ചത്. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം പറഞ്ഞത്, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. അരുളി ചെയ്യുന്നവൻ, ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്ന ഗലാത്യർ പൗലോസ് പ്രത്യേകിച്ച് പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. നമ്മെ ഒരുക്കി നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മെ കൊണ്ടെത്തിക്കാൻ ഒരു തന്നെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തത്വത്തിൽ 3-മനായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കർത്താവ് പറഞ്ഞെന്താണ്? സത്യാത്മാവ് വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യവും വിട്ട് എന്തേലുമൊക്കെ വിപരീതയുടെ ഉപദേശം കൊണ്ടുവന്നാൽ അതിനനുസരിച്ച് പോകുന്നത് അപകടമാണ്. ദൈവജനമേ, ദൈവത്തെ അനുസരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, സ്നേഹം നമ്മിലുണ്ടെങ്കിൽ അനുസരണം നമുക്ക് പ്രശ്നമാകത്തില്ല. കാരണം നാം സ്നേഹിക്കുന്നവരെ നാം അനുസരിക്കും. കർത്താവിനോട് ഇന്ന് പല കാര്യത്തിലും അനുസരണക്കേട് കാണിക്കുന്നെങ്കിൽ സത്യം ഇതാണ്, ദൈവസ്നേഹം ഉള്ളിലില്ല. അപ്പോൾ മറ്റു വാക്കിൽ പറഞ്ഞാൽ, കൽപ്പന പ്രമാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൽപ്പന അനുസരിക്കണമെങ്കിൽ നമുക്ക് ആ സ്നേഹം വേണം. അതുകൊണ്ട് അക്ഷയസായാലും പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണതയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ നീ സ്നേഹിക്കണമെന്ന്. അപ്പോൾ കൽപ്പന പ്രമാണിപ്പാൻ സ്നേഹം ആവശ്യം. സ്നേഹമുണ്ടെങ്കിൽ, നാം അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ്റെ കൽപ്പന പ്രമാണിക്കും, അവന് വേണ്ടി ജീവിക്കും. നമ്മുടെ വിധേയത്വം കർത്താവിനോടായിരിക്കും, ദൈവവചനത്തോടായിരിക്കും. എങ്കിൽ ഒരു ദോഷവും വരികയില്ല. നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിപ്പാൻ നമുക്ക് സാധിക്കും. പത്രോസും പറയാനുള്ളത് ഓർത്തുകൊള്ളണേ, കർത്താവ് കൽപ്പിച്ചത് ഓർത്തുകൊള്ളണേ. കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിൽ ചിലത് പ്രസംഗിക്കാനല്ല, കൽപ്പിച്ചതൊക്കെയും കർത്താവ് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൽപ്പിച്ചത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനാണ് നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ആകയാൽ കർത്താവിനെ അവൻ്റെ കൽപ്പന അനുസരിച്ച് അത് പ്രമാണിച്ച് നാം ജീവിച്ചാൽ തൽക്കാലം ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ വരാം, പക്ഷേ എല്ലാ കാര്യത്തിലും കൽപ്പന അനുസരിക്കുന്നതിന് ഒരു ദോഷവും ഭവിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കുക, കൽപ്പന തന്നത് അവൻ്റെ സ്നേഹത്തിലാണ്, നമ്മളുള്ള വിദ്വേഷം കൊണ്ടല്ല. കൽപ്പന തന്നത് നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ്. കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. ദൈവിക വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവിക സമ്പൂർണ്ണതയിൽ വസിപ്പാൻ നമുക്ക് സാധിക്കും.
വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ അവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കുമെന്ന് തുയതീരയിലെ സഭയോട് പറയുമ്പോൾ ദൈവം പറയുന്നു. ആകയാൽ കൽപ്പന അനുസരിക്കാം, അവനെ സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരുത്തരും ദൈവകൽപ്പന അനുസരിപ്പാൻ സാധ്യമല്ല. ആകയാൽ കർത്താവിനെ സ്നേഹിക്കാം, അവനോട് പറ്റിച്ചേർന്നിരിക്കാം, അവനെ അനുസരിക്കാം, അവനെ മാനിക്കാം, അവനെ ഉയർത്താം. എങ്കിൽ ഭദ്രമായി അവൻ്റെ സ്ഥലിൽ ജീവിക്കാം. മാത്രമല്ല നിത്യരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ദൈവമായ കർത്താവ് അത് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. നാഥ, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും ഭവിക്കുകയില്ലെന്ന് അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അല്പമായി ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. നാഥ, ഞങ്ങളുടെ ഭദ്രമായ ജീവിതത്തിന് വേണ്ടി, ഭദ്രമായ ഭാവിക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവിടുത്തെ ദിവ്യ കൽപ്പനകൾക്കായി സ്തോത്രം. ലോകം തരുന്ന പോലെ അല്ലല്ലോ കർത്താവേ. അഗ്നിമയമായ ഒരു പ്രമാണം ദൈവം അവർക്ക് കൊടുത്തെന്ന് മോശം പറഞ്ഞെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രമാണം പുതിയ നിയമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചല്ലോ. ജീവിപ്പിക്കുന്ന പ്രമാണം ലഭിച്ചല്ലോ. അതിനെ അനുസരിച്ച് അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെട്ട് അങ്ങയുടെ വിശുദ്ധരായി, അങ്ങയുടെ നിർമ്മലരായി, അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച് അങ്ങേ അനുസരിച്ച് ഈ ലോകത്തിൽ ഉത്തമ മാതൃക കാണിപ്പാൻ ഇവരെ സഹായിക്കണമേ. മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.